അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ വാഖിഅ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 31 ആയത്ത് വരെ ഓതി തജ്വീദ് നിയമങ്ങൾ മനസ്സിലാക്കി പഠിച്ചു. ഇൻഷാ അല്ലാ എല്ലാവർക്കും തന്നെ നന്നായിട്ട് ഓതി പഠിക്കാനും മനസ്സിലാക്കാനും കഴിയട്ടെ. 32ാമത്തെ ആയത്ത് മുതൽ നമുക്കൊന്ന് ഓതി നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഫാകിഹതിൻ കസീറ വഫാകിഹതിൻ കസീറ. ഇവിടെ നോക്കൂ, വ എന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ വേണം, ചുണ്ടിനെ സർക്കിളാക്കി പിടിക്കുക, വട്ടത്തിൽ പിടിച്ചിട്ട് പറയാം. ഓക്കെ, വാവ് എന്ന് പറയുമ്പം ചുണ്ട് വട്ടത്തിലാക്കുക എന്നുള്ളൊരു ഓർമ്മ എപ്പോഴും വേണം കേട്ടോ. വഫാകിഹതിൻ കസീറ. ഇവിടെ നോക്കൂ, ഇവിടെ തീൻ എന്ന് ഉച്ചരിക്കില്ല. കാരണം രണ്ട് കെസ്റായി ഒരുമിച്ചല്ല വന്നിട്ടുള്ളത് അല്ലേ. ഒരുമിച്ച് ഇതുപോലെയാണോ വന്നിട്ടുള്ളത്? അല്ല, രണ്ടും വേറെ വേറെയാണ് വന്നിട്ടുള്ളത്. അപ്പം നമ്മൾ അവിടെ എന്ത് ചെയ്യണം? മറച്ച് പിടിച്ച് മണിച്ചോദനം. വഫാകിഹത്തിൻ, തീൻ എന്നോതില്ല. വഫാകിഹത്തിൻ കസീറ. ഓക്കെ, കസീറ. കാഫ് പറയുമ്പോൾ കാഫിന് എപ്പോഴും ഒരു ചെരിവ് വേണം കേട്ടോ. കസീറ കസീറ അല്ല കേട്ടോ. കസീറ. സ പറയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം, നമ്മുടെ പല്ലിൻ്റെ വിടവിലൂടെ കാറ്റ് പോകുന്ന രൂപത്തിൽ വേണം സ എന്നെ ഉച്ചരിക്കാൻ. സി. ഓക്കെ, കസീറ. അവിടെ രണ്ടനക്കം നീട്ടിക്കൊടുക്കണം. സൻ്റെ കൂടെ യാ മദ് വന്നിട്ടുണ്ട് കേട്ടോ. കസീറ. ഓക്കെ, കസീറ അല്ല, കസീറ. റോ ആണ്, നമുക്കറിയാവുന്നതാണ്. റോന് മലയാളത്തിൽ പറയും പോലെ റ എന്നുച്ചരിക്കരുത്, റോ. ഓക്കെ, ത വന്നാൽ അവസാനത്തിൽ വഖഫ് ചെയ്യുന്നിടത്ത് ത വന്നാൽ ആ തന് അവിടെ വഖഫ് ചെയ്യുമ്പോൾ അവിടെ തൻ്റെ ശബ്ദം അവിടെ കൊടുക്കേണ്ടതില്ല. ഓക്കെ, ഓർമ്മ വേണേ. കസീറ എന്നിങ്ങനെ നിർത്തുക കേട്ടോ. 33ാമത്തെ ആയത്ത്. ലാ മഖ്തൂഅതിൻ വലാ മംനൂഅ. തജ്വീദ് നിയമം നോക്കാം. ലാമിൻ്റെ കൂടെ അലിഫ് മദ്ദും വന്നിട്ടുണ്ട്, ശദ്ദയും ഉണ്ട്. ഒന്ന് കനപ്പിക്കുകയും വേണം, രണ്ടനക്കം നീട്ടുകയും വേണം. ലാ മഖ്തൂഅതിൻ. ഖാഫ് കൽക്കലയുടെ ലെറ്ററാണ്. ഖാഫിന് സുക്കൂന് വന്നാൽ ഫുള്ള് സുക്കൂന് കൊടുക്കണം കേട്ടോ. ഉയർത്തി പറയുന്ന ഒരു ലെറ്ററാണ് അപ്പൊ ന്റെ കൂടെ വാവ് മദ് വന്നിട്ടുണ്ട് കേട്ടോ. രണ്ടനക്കം നീട്ടി കൊടുക്കുക. ഇവിടെ തെൻവീന് ശേഷം വാവ് വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? മണിച്ച് കൂട്ടിച്ചേർത്ത് ഓതും കേട്ടോ. ഇവിടെ രണ്ടനക്കം ലാമിനെ നീട്ടിക്കൊടുക്കണേ. അലിഫ് മദ് വന്നിട്ടുണ്ട്. ഇവിടെ വാ മദ് വന്നിട്ടുണ്ട്, രണ്ടനക്കം നീട്ടിക്കൊടുക്കുക. ഐൻ, തൊണ്ടയുടെ നടുക്ക് നിന്നും വരുന്ന അക്ഷരാണ് ഐൻ ഇട്ട, പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ, പ്രത്യേകം ആ സൗണ്ട് തന്നെ നമ്മൾ ഓതുമ്പോൾ ശ്രദ്ധിച്ച് ഓതുക കേട്ടോ. ഓക്കെ, 34ാമത്തെ ആയ. വഫുറുഷിൻ മർഫൂഅ. ഇവിടെ നോക്കൂ, വഫുറുഷിൻ. തൻവീന് ശേഷം മീമ് വന്നു അല്ലേ, മണിച്ചു കൂട്ടിച്ചേർത്ത് ഓതുക കേട്ടോ. വഫുറുഷിൻ മർഫൂഅ. ഓക്കെ, മർഫൂ. ഫഇന് വാ മദ് വന്നിട്ടുണ്ട്, ഫഇൻ്റെ കൂടെ രണ്ടനക്കം നീട്ടുക കേട്ടോ. മർഫൂഅ. ഓക്കെ, അടുത്ത ആയത്ത് 35ാമത്തെ ആയത്ത്. ഇന്നാ അൻശഅനാഹുന്ന ഇൻശാഅ. തജ്വീദ് നിയമം നോക്കാം. നൂനിന്
ശ്രദ്ധ വന്നിട്ടുണ്ട്, കൂടെ തന്നെ മദ്ദും വന്നിട്ടുണ്ട്. അപ്പം നമ്മളവിടെ എന്ത് ചെയ്യണം? നൂനിനെ നന്നായിട്ട് മണിച്ചൊടുക്കണം അല്ലേ? നമ്മൾ പഠിച്ചതാണ് നൂനിൻ്റെ മുകളിലും മീമിൻ്റെ മുകളിലും ശ്രദ്ധ വന്നാൽ എന്ത് ചെയ്യണം? നന്നായിട്ട് മണിക്കണമെന്ന് അല്ലേ? അപ്പം ഇവിടെ മണിക്കുകയും വേണം, മദ്ദ് ചെയ്യുകയും വേണം, നന്നായിട്ട് നീട്ടിക്കൊടുക്കണം. മദ്ദ് മുൻഫസിലാണ് ഇവിടെ വന്നിട്ടുള്ളത് അല്ലേ? ഒരു പദത്തിൽ മദ്ദ് വന്നു, മറ്റൊരു പദത്തിൽ ഹംസ വന്നു. നമ്മൾ എങ്ങനെ ഓതും? ഇവിടെ നോക്കൂ, അൻഷന എന്ന് പറയില്ല. നൂൻ്റെ മുകളിൽ സുക്കൂന് നമുക്ക് പ്രത്യക്ഷത്തിൽ കാണുന്നില്ല അല്ലേ? ഓക്കെ, കാണുകയാണെങ്കിൽ നമ്മൾ അൻ എന്ന് ഓതും. പക്ഷെ ഇവിടെ അൻ എന്ന് ഓതില്ല കേട്ടോ. ഓക്കെ, എന്നിങ്ങനെ മറച്ച് മണിച്ചോദണം കേട്ടോ. ഇവിടെ ഹംസക്ക് സുക്കൂന് വന്നിട്ടുണ്ട്, അവിടെ ഹഫ് സുക്കൂന് കൊടുത്താൽ മതി കേട്ടോ. ഇവിടെ നൂനിൻ്റെ മുകളിൽ ശ്രദ്ധ വന്നിട്ടുണ്ട്, നന്നായിട്ട് മണിച്ചു കൊടുക്കുക കേട്ടോ. ഹുന്ന ഇവിടെ നോക്കൂ, ഇവിടെയും നൂനിൻ്റെ മുകളിൽ എന്ത് വന്നിട്ടില്ല? സുക്കൂന് വന്നിട്ടില്ല അല്ലെ? അപ്പം നമ്മൾ അവിടെ മറച്ചു മണിച്ചോദണം. ഇൻ എന്ന് ഓതരുത് കേട്ടോ. ഇവിടെ നോക്കൂ, ഒറ്റപ്പദത്തിൽ മദ് വന്നിട്ടുണ്ട്, ഒറ്റപ്പദത്തിൽ തന്നെ എന്താണ്? ഹംസ വന്നിട്ടുണ്ട് അല്ലേ? നമുക്കവിടെ എങ്ങനെയാണ് അവിടുത്തെ ഒരു നിയമം എന്താണ്? മദ് മുത്തസിലാണ്. ഇവിടെ 4 or 5 ഹറക്കത്ത് നമുക്ക് നീട്ടി ഓതാവുന്നതാണ്. ഓക്കെ, ഇവിടെ നോക്കൂ, ഇവിടെ നിർത്തുമ്പോൾ നമ്മൾ ഒരു 2 അനക്കം നീട്ടിയിട്ട് വേണം നിർത്താൻ കേട്ടോ. ഓക്കെ, 2 അനക്കം നീട്ടി നിർത്തണം കേട്ടോ. 36-ാമത്തെ ആയത്ത്, فجعلناهن أبكارا. നോക്കൂ, ഫജഅൽന ഇവിടെ നൂനിൻ്റെ ഇവിടെ 2 അനക്കം നീട്ടി കൊടുക്കണം കേട്ടോ. ഫജഅൽനാഹുന്ന നൂനിൻ്റെ മുകളിൽ ശ്രദ്ധ വന്നാൽ നന്നായിട്ട് മണിച്ചൊടുക്കണം. നൂന് മീം ഈ 2 ലെറ്റേഴ്സിൻ്റെ മുകളിൽ ശ്രദ്ധ വന്നാൽ നന്നായിട്ട് മണിച്ചൊടുക്കണം കേട്ടോ. നമ്മൾ പഠിച്ചതല്ലേ? അബ് ബന് സുക്കൂന് വന്നാൽ ഫുള്ള് സുക്കൂന് കൊടുക്കണം. കൽക്കലയുടെ ലെറ്റർ അല്ലേ ബ? ഇപ്പം നമ്മൾ അവിടെ ഫുള്ള് സുക്കൂന് കൊടുക്കണം കേട്ടോ. കാഫിന് നമ്മൾ പറഞ്ഞു അല്ലേ? കാഫിന് കാറ എന്നൊന്നും ഓതരുത് കേട്ടോ. മലയാളത്തിൽ ക എന്ന് പറയും പോലെ അറബിയിൽ ക എന്ന് ഓതൂല. കാഫിന് എപ്പോഴും ഒരു ചെറിയ ചെരിവ് വേണം കേട്ടോ. അബ്കാറോ ഇവിടെ 2 അനക്കം നീട്ടി ഓതി നിർത്തുക കേട്ടോ. ഓക്കെ, 37-ാമത്തെ ആയത്ത്, ഉറുബൻ അത്റാബ. നോക്കൂ, ഐന് എന്ന് പ്രത്യേകം തൊണ്ടേൻ്റെ നടുക്കുന്ന് വരണം കേട്ടോ. ഉറുബൻ ഇവിടെ നോക്കൂ, ബൻ എന്ന് തന്നെ ഓതണം. കാരണം 2 ഫത്ഹായും ഒരുമിച്ചാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഉറുബൻ ക്ലിയർ ആക്കിക്കൊണ്ട് ബൻ എന്ന് ഓതുക കേട്ടോ. കാരണം ഇത് ഇൽഹാറാണ്. നമ്മളിവിടെ ഒരു നിയമം പഠിച്ചല്ലോ, ഇൽഹാർ അല്ലേ? തെൻവീനു ശേഷം വന്നിട്ടുള്ള ലെറ്റർ ഏതാണ്? ഹംസയാണ്. ഹംസ വന്നാൽ അവിടെ ഇൽഹാർ ആണ് എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാം അല്ലേ? അപ്പോൾ എന്ത് ചെയ്യണം? അവിടെ വ്യക്തമാക്കി ഓതണം കേട്ടോ. ഉറുബൻ അത്റാബ. തന് സുക്കൂന് വരുമ്പോൾ നമ്മൾ പറഞ്ഞു അത്റാബ എന്ന് ഓതരുത്. നമ്മുടെ പല്ലിൻ്റെ ഇടയിലൂടെ കാറ്റ് പോകുന്ന രൂപത്തിൽ എന്ന് വേണം ഉച്ചരിക്കാനായിട്ട്. ഓക്കെ, റോനെ 2 അനക്കം നീട്ടിക്കൊടുക്കുക കേട്ടോ. ഇവിടെ ബനെയും 2 അനക്കം നീട്ടി ഓതി നിർത്തുക. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.